അന്ന് കുരുക്ഷേത്രത്തിൻ്റെ 18-ാം നാൾ. സർവമഹാരഥികളും പോയി കഴിഞ്ഞിരിക്കുന്നു. അവശേഷിക്കുന്നവരായി കുരുപ്രവീരനും ഗാന്ധാരരാജനും മാതൃരാജനും ഗുരുപുത്രനും കുറച്ച് സൈനികരും മാത്രം. അതിൽ ശ്രേഷ്ഠനായ മാതൃരാജൻ ശല്യരെ പടത്തലവനാക്കി ധൃതരാഷ്ട്രപുത്രനും കൂട്ടരും പുറപ്പെട്ടു. എന്നാൽ അവസാന പ്രതീക്ഷയും വിഭിന്നമായി. യുദ്ധം തുടങ്ങും കാലേ യുധിഷ്ഠിരനാൽ ശല്യരും സഹദേവനാൽ മാതുലനും വധിക്കപ്പെട്ടു. ഇനിയും കുരുക്ഷേത്രത്തിന്റെ കലാശപ്പോര്. ഭീമ ദുര്യോധന യുദ്ധം. യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ സൈന്യാധിപൻ മരണപ്പെട്ടു എന്ന് ദർശിച്ച കൗരവരുടെ സൈനികപ്പട ഭയന്നു വിറച്ചു. തൻ്റെ പ്രതീക്ഷകളെല്ലാം തന്നെ അസ്തമിച്ചു കണ്ട ദുര്യോധനൻ ഭയന്നു തനിക്കിനി രക്ഷയില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. തന്നെ ഇനി രക്ഷിക്കാൻ തനിക്ക് തന്ത്രം ഉപദേശിച്ചു നൽകാനും ആരുമില്ല. അതിനാൽ തന്നെ ഇനി ഇവിടെ തുടരുന്നത് തരമല്ല. എത്രയും ശീഘ്രം തന്നെ ഇവിടെ നിന്നും ഓടിപ്പോകണം. അങ്ങനെ ദുര്യോധനൻ യുദ്ധഭൂമിയിൽ നിന്നും ഒരു അശ്വത്തിലേറി പുറപ്പെട്ടു. ക്ഷണനേരം കൊണ്ട് യുവരാജനെ കാണുന്നില്ല എന്ന വൃത്താന്തം യുദ്ധഭൂമിയിൽ ആളിപ്പടർന്നു. കൃതാമാവും ഗുരുകൃപരും ദുര്യോധനനെ തിരഞ്ഞു നടന്നു. എങ്കിലും അദ്ദേഹത്തെ അവിടെ ഒന്നും കണ്ടെത്താനായില്ല. ഒടുക്കം ധൃതരാഷ്ട്രയുടെ മന്ത്രിയാകുന്ന സഞ്ജയൻ എന്ന ദിവ്യചക്ഷസ് ഉള്ള, അതായത് അദ്ദേഹത്തിന് വ്യാസമുനി നൽകിയ വരമാകുന്നു ദീർഘദൂരത്തുള്ള ഒരു വൃത്താന്തമോ ഒരു വസ്തുവോ ഒരു വ്യക്തിയോ അവയെ സംബന്ധിച്ചുള്ള എന്ത് കാര്യമോ ദർശിക്കാനാകും എന്നുള്ളത്. അത് പ്രകാരം ദുര്യോധനനെ കണ്ടെത്തുകയും അദ്ദേഹം കൃഷ്ണഹൃദം എന്ന കുരുക്ഷേത്രത്തിന് സമീപമുള്ള പുണ്യസരോവരത്തിൻ തീരത്ത് ആസനസ്ഥനായിരിക്കുന്നു. അത് പ്രകാരം കൗരവരുടെ പടയിലെ അംഗങ്ങളും പാണ്ഡവരും ശ്രീകൃഷ്ണ ബലരാമന്മാരും അവിടേക്ക് പുറപ്പെട്ടു. അയാളെ കണ്ട മാത്രയിൽ തനിക്ക് വിഷം നൽകി നദിയിൽ ഉപേക്ഷിച്ച മുതലുള്ള പകയിൽ ഭീമസേനൻ അലറി വിളിച്ചുകൊണ്ട് ദുര്യോധനന്റെ സമീപത്തേക്ക് കുതിച്ചു. അതിശക്തരായ 2 വൃഷഭങ്ങളെ പോലെ ദുര്യോധനനും ബൃഹോദരനും പോരാടി എന്ന് വ്യാസൻ വിശേഷിപ്പിക്കുന്നു ഈ രംഗത്തെ. ഇരുവരുടെയും പരസ്പര പ്രഹരത്താൽ അവരുടെ ശരീരം രക്തത്താൽ ശോഭിച്ചു. ഇരുവരും ക്ഷീണിതരായി തളർന്നിരുന്നു പോയി. എന്നിരുന്നാലും അല്പക്ഷണം വിശ്രമിച്ച ശേഷം വീണ്ടും പൂർവാധികം ശക്തിയോടെ യുദ്ധം ആരംഭിച്ചു. ഇവരിൽ ആര് വിജയാവുമെന്ന് ഈശ്വരന്മാർ പോലും പരസ്പരം ചോദിച്ചു. ഭീമ ദുര്യോധന യുദ്ധം ദർശിക്കുവാൻ യക്ഷഗന്ധർവ കിന്നരന്മാരും സർവ ഈശ്വരന്മാരും വിണ്ണിൽ അണിനിരന്നു. ഗദയുടെ ചുഴറ്റൽ, വൃത്താകൃതിയിലുള്ള മുന്നേറ്റം, പിന്മാറ്റം എന്നീ ഭീമസേനന്റെ അഭ്യാസമുറകൾ ദുര്യോധനനെ പോലും അതിശയിപ്പിച്ചു. ഇരുവരുടെയും അതിശയകരമായ ഗദയുടെ ചുഴറ്റലിൽ
അന്തരീക്ഷത്തിൽ അഗ്നി പാറി. ബലരാമനിൽ നിന്നും ഹൃദ്യസ്ഥമാക്കിയിരുന്ന ചില നിഗൂഢ അടവുകളുടെ പ്രയോഗങ്ങൾ ദുര്യോധനൻ പ്രയോഗിച്ചത് കണ്ട് പാണ്ഡവരുടെ ഹൃദയവും തെല്ലുമൊന്ന് പതറി എന്നുള്ളത് മറ്റൊരു സത്യം. ഇരുവരുടെയും ചുഴറ്റി എറിയപ്പെടുന്ന ഗദകൾ നിലം പതിക്കുന്ന നിമിഷങ്ങളിൽ എല്ലാം തന്നെ ഭൂമി പോലും പ്രകമ്പനം കൊണ്ടിരുന്നു. ഇടത്തെ മണ്ഡലത്തിൽ ചുഴറ്റിയിരുന്ന പൊന്നു കെട്ടിയ ഗദയാൽ ദുര്യോധനൻ ഭീമസേനന്റെ ശിരസിൽ ശക്തമായി പ്രഹരിച്ചു. എന്നാൽ ഭീമസേനന്റെ ശിരസിന് അതൊന്നുമായിരുന്നില്ല. എന്നാൽ അതിന് മറുപടിയായി ഗദായുദ്ധത്തിലെ കൗശികം എന്ന പ്രയോഗത്തിൽ ദുര്യോധനനെ നിലം പതിപ്പിക്കാൻ ശ്രമിച്ചു ഭീമസേനൻ. എന്നാൽ ദുര്യോധനൻ ഉയർന്നു ചാടി അതിൽ നിന്നും വ്യതിചലിച്ചു. ദുര്യോധനൻ കോപത്തോടെ ഭീമന്റെ മാറിൽ പ്രഹരിച്ചു. എന്നാൽ ആ ക്ഷണം തന്നെ ദുര്യോധനന്റെ കരത്തിൽ പ്രഹരിച്ചു ഭീമസേനൻ. ആ പ്രഹരത്തിൽ ദുര്യോധനൻ മുട്ടുകുത്തി. എന്നാലും അതീവ കോപത്തോടെ വീണ്ടും ഇഴഞ്ഞുകൊണ്ട് ശൗര്യം പ്രകടമാക്കാൻ നോക്കി കുരുപ്രവീരൻ. എന്നാൽ വീണ്ടും ബൃഹോദരൻ ആഞ്ഞടിച്ചു. ദുര്യോധനന് ഇനിയും ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് ഏവരും പ്രതീക്ഷിച്ചു. എങ്കിൽ ഏവരെയും വിസ്മരിപ്പിച്ചുകൊണ്ട് ദുര്യോധനൻ പൂർവാധികം ശക്തികളോടെ ചാടി എഴുന്നേറ്റുകൊണ്ട് ഭീമനെ ആക്രമിച്ചു, നിലത്ത് പതിപ്പിച്ചു. ഭീമന്റെ പടച്ചട്ട പൊട്ടി ബോധരഹിതനായി നിലത്ത് കിടന്നുപോയി വായുപുത്രൻ. വിജയത്തിന്റെ അഹങ്കാരധ്വനിയിൽ ദുര്യോധനൻ അട്ടഹസിച്ചു. അബോധാവസ്ഥയിലും അവന്റെ ദുഷ്ടച്ചിരി ബൃഹോദരന് ശ്രവിക്കാമായിരുന്നു. അയാൾ ഓർത്തെടുത്തു, തനിക്കും കുടുംബത്തിനും ഈ ദുഷ്ടനിൽ നിന്നും അനുഭവിക്കേണ്ടതായി വന്ന ദ്രോഹങ്ങൾ. ഒരു ഉത്തേജകം പോലെ ഭീമനെ ആ ചിന്ത ഉണർത്തി. ദുര്യോധനന് ഭയം തോന്നും വണ്ണം അവനെ നോക്കി ഭീമൻ. ഇത് ഏവരിലും അത്ഭുതമുളവാക്കി. ദുര്യോധനന്റെയും ഭീമന്റെയും മുന്നേറ്റം കണ്ട അർജുനൻ കൃഷ്ണനോട് ആരാഞ്ഞു, മാധവ, ഇവരിൽ ആരാണ് ശക്തൻ? ഇവർ രണ്ടുപേരും തുല്യരാകുന്നു പാർത്ഥ. കൃഷ്ണൻ പറഞ്ഞു തുടങ്ങി. ഇരുവർക്കും ലഭിച്ച ശിക്ഷണം തുല്യമാകുന്നു. നേർരേഖയിൽ അഥവാ ധർമ്മത്തിന്റെ മാർഗത്തിൽ ഒരിക്കലും ഭീമന് ദുര്യോധനവധം അസാധ്യമാകുന്നു. അധർമ്മത്താൽ അത് സാധ്യമാകുകയും ചെയ്യുന്നു. അതിലൂടെ ചൂതുസഭയിൽ സംഭവിച്ച ഭീമന്റെ പ്രതിജ്ഞയും നടപ്പാകുന്നു. അതിനാൽ തന്നെ ഗദായുദ്ധത്തിന്റെ നിയമത്തിന് എതിരായി അവന്റെ ബലഹീനമായ തുടയിൽ പ്രഹരിച്ചുകൊണ്ട് അവനെ വധിക്കേണ്ടത് അനിവാര്യമാകുന്നു പാർത്ഥ എന്ന് കൃഷ്ണൻ പറഞ്ഞു. അതുപ്രകാരം അർജുനൻ ഭീമൻ കാണുന്ന രീതിയിൽ തുടയിൽ താളം പിടിച്ചുകൊണ്ട് സൂചന കാട്ടി. കാര്യം ഗ്രഹിച്ച അദ്ദേഹം അതുപ്രകാരം പല മുറകളും കാണിച്ച് ദുര്യോധനനെ തന്റെ വരുതിക്ക് കൊണ്ടുവന്നു. ശേഷം ഭീമസേനൻ അവന്റെ ഇടത്തെ തുടയിൽ അടിച്ചു. ആർത്തനാദത്തോടെ അയാൾ നിലം പതിച്ചു. ചതിയുടെ ബാക്കിപത്രമായ യുദ്ധത്തിൽ ചതിയാൽ തന്നെ ദുര്യോധനനെ വധിച്ചു ഭീമസേനൻ.